എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല ഫൺ എലമെന്റ്സ് ഉള്ള മൂവിയായിരുന്നു. പ്രധാനമായിട്ട് പറയേണ്ടത് ബേസിൽ ജോസഫിന്റെ അഭിനയമാണ്. നന്നായിട്ട്, അതുപോലെ ജീതു ജോസഫിന്റെ കുറച്ച് ത്രില്ലർ എലമെന്റ്സിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ല, ഒരു രക്ഷയില്ല. മെസ്സേജൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫൺ റൈഡ്, ത്രില്ലർ കോമഡി. കിടിലം കോമഡി പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അങ്ങേ ഏറ്റവും വർത്താണ് പടം. റിപ്പീറ്റ് വാല്യൂ ഒക്കെ സെക്കൻഡ് ഹാഫ് ആണ് പ്രത്യേകിച്ച്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് കിടലായിട്ടുണ്ട്. ഒരു റിപ്പീറ്റ് വാല്യൂ, കിടിൽ എന്റർടൈൻമെന്റ്. ബേസിലായിക്കോട്ടെ, സിദ്ദിഖോട്ടെ, ബൈജു ആയിക്കോട്ടെ, ഗ്രേസ് ആന്റണി എല്ലാവരും കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിരി പടം. തമാശയൊക്കെ ഉണ്ട്, പക്ഷെ ജിത്തു ജോസഫ് ആ ഒരു ത്രില്ലർ പടം എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഒരു അത്ര ഒരു രസകരമായിട്ടുള്ള തമാശ രീതിയിലാണ് ഫുള്ളും എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് അത്രത്തോളം ദഹിക്കില്ല. കുറേ സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. ഫസ്റ്റ് ഹാഫ് നല്ലോണം ഭയങ്കര ഒരു വെറുപ്പിക്കലായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ തമാശ ഉൾപ്പെടുത്തി ഒരു കണ്ടോണ്ടിരിക്കാം. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ധൈര്യമായിട്ട് കണ്ടത്. കാരണം മോശപ്പെട്ട ഒന്നും കാണിക്കുന്നില്ല. ഒരു അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ ആ ഒരു പ്രേതസിന്റെ ആ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ സീക്വൻസ് ആയിട്ടുള്ള ഇങ്ങനെ തമാശകൾ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര ഭയങ്കര എറിക്കുന്ന തമാശകളൊന്നും അല്ല. ജിത്തു ജോസഫിന് പറ്റത്തില്ല. ജിത്തു ജോസഫിന് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ ജിത്തു ജോസഫിന്റെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ത്രില്ലർ എങ്ങാനും ആയിരിക്കും, പക്ഷെ അതൊന്നും അല്ല. എന്നെ കണ്ടിരിക്കാം. കോമഡി ഉണ്ട്, സസ്പെൻസും ഉണ്ട്, രണ്ടും നന്നായിട്ടുണ്ട്. ബേസിൽ എന്റെ നർമ്മമാണ് കൂടുതലായിട്ട് നിൽക്കണം നമുക്ക്. ഇല്ല, നല്ല സ്റ്റോറി. വളരെ നല്ല പടമാണ്. കോമഡിക്കും പ്രധാനമുണ്ട്. കോമഡിയാണ്, പക്ഷേ ഓരോരുത്തരും ഓരോ അങ്ങനെ പല ഇതിൽ ട്രാഫിക് ചെന്ന് ചാടുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു ദിവസത്തെ സംഭവമാണ്, പക്ഷേ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര വേഗതയുണ്ട്, സ്ലോ ആയിട്ടല്ല ഓടിപ്പോകുന്നത്. ഭയങ്കര ഫാസ്റ്റ് മൂവിയാണ്. ഒരു രണ്ടാമതോ മൂന്നാമതോ ഉള്ള സ്കോപ്പ് ഇട്ടിട്ടാണ് പടം ഇട്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് സിനിമ? പിന്നെ പറയണ്ടല്ല, ഒരു രക്ഷയില്ല. നായകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബേസിൽ. അങ്ങനെയാണ്, ഒരു രക്ഷയില്ല. ആളൊന്നും നിന്നാ മതി, നമ്മൾ ചിരിച്ചോളും. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? ചിരിച്ചായിരുന്നു ഒരുപാട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ബേസിൽ ചിരിപ്പിച്ചായിരുന്നു നന്നായിട്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ റൈറ്റിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കൂമനും 12th മാനൊക്കെ അതിനു വേണ്ടി എഴുതിയ ഒരാളാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയം. അതിൻ്റെ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: ഇനി എങ്ങാനും ഇത് ക്രൈം പോലെ അതുപോലെ ആവും. പിന്നെ ജിത്തു ജോസഫ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വരും. പക്ഷേ തീർച്ചയായിട്ടും ഒരു കോമഡി ഫേസിൽ പോകുന്ന ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ദിവസം ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതായത് പാരലായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവരെല്ലാം കണ്ടുമുട്ടുന്നത്, പിന്നെ അവസാനം അതെങ്ങനെ അൺഫോൾഡ് ചെയ്ത് അവസാനം എങ്ങനെ ചെന്നെത്തുന്നു എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കുറച്ച് പേര് ഒരു കള്ളങ്ങൾ പറയേണ്ടി വരുന്നു, പിന്നെ കള്ളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, പിന്നെ അതിന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. കാരണം നമുക്ക് ആ ഒരു ഫുൾ ഒരു കോമഡി ആ ഒരു പേസിലുള്ള ട്രാക്കിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും കുറച്ചൊരു ഡൗൺ ആയിപ്പോയി. പിന്നെ അവസാനം ആ ഒരു കോമഡി ട്രാക്ക് തന്നെ ആണോ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കൊരു സംശയം ഉണ്ടായി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ റൈറ്ററും ഡയറക്ടറും ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലറൊക്കെ ഒത്തിരി എടുത്ത് എഴുതിയതും സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് ഇനി ക്രൈമിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. കാരണം തീർച്ചയായും ഇനി ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടു നിർത്തിയ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ഒരു രണ്ടാം ഭാഗം എനിക്കുള്ള സ്കോപ്പിലേക്കാണ് പോകുന്നതെന്നൊക്കെ തോന്നി. പക്ഷേ വീണ്ടും അതൊരു കോമഡി പേസിലേക്ക് പോയി. പക്ഷേ വീണ്ടും ഒരു സ്കോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സിനിമയിൽ ആ ബേസിൽ ഒരു കാര്യത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്, ആ ഒരു സംഭവം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അവസാനം അങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ അവസാനിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ തമാശകളൊന്നും ഭയങ്കരമായിട്ടൊന്നും വർക്കായില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് കുഴപ്പമില്ല. ഒരു ഓൺ ടൈം വാച്ചോളൂ, നമുക്ക് കണ്ടിരിക്കാം. എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല ഫൺ എലമെന്റ്സ് ഉള്ള മൂവിയായിരുന്നു. പ്രധാനമായിട്ട് പറയേണ്ടത് ബേസിൽ ജോസഫിന്റെ അഭിനയമാണ്. നന്നായിട്ട്, അതുപോലെ ജീതു ജോസഫിന്റെ കുറച്ച് ത്രില്ലർ എലമെന്റ്സിലൂടെയും കടന്നു പോയിട്ടുള്ള ഫിലിമാണ്. സെക്കൻഡ് പാർട്ട് എന്തായാലും നന്നായിരിക്കും പ്രതീക്ഷിക്കുന്നു. നല്ല കോമഡിയായിരുന്നു. ചിരിക്കാൻ ഒത്തിരി ഉള്ള ഫിലിമാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്.